Sini. Di. Ini di. Apa? Ini. Apa yang terang tu? Tu ni. Apa? Ini. ഹലോ, അപ്പോൾ നമുക്കിന്നൊരു ഹോസ്പിറ്റൽ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ, സമയം 8 മണിയായി. പിന്നെന്താ, എല്ലാം എടുക്കണമെന്നങ്ങനെ ഓർക്കുന്നു, എന്തായാലും എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇനി നമുക്ക് പല്ല് തേക്കണം, ഫ്രഷ് ആവണം, എന്നിട്ട് നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങണം. ഇപ്പോൾ സമയം 8 മണിയായല്ലോ. മരുന്ന് കൊടുക്കണമല്ലോ. ഞാനിവിടെ ബൈസ്റ്റാൻഡറായിട്ടാണ് വന്നത്. എൻ്റെ ആങ്ങളെയാണ് ആശുപത്രി കിടക്കുന്നത്, പനിയായിട്ട്, ഇൻഫ്ലുവൻസയാണ്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. രോഗി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഞാൻ 8 മണിക്ക് എണീക്കും. രോഗി എന്നെ വിളിച്ച് എണീപ്പിക്കുകയാണ് ഇവിടെ സ്ഥിരം ചെയ്യുന്നത്. കൂട്ട് നിൽക്കാനെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. എന്നിട്ടിപ്പോൾ എന്നെ നോക്കുന്നത് രോഗിയാണ്. ചൂടോ? എനിക്കിന്നത് തണുപ്പായിരുന്നു. എനിക്ക് പനി പിടിക്കാനാണോ? രാത്രിയിൽ ഇഞ്ചക്ഷനൊന്നും വന്നില്ലല്ലോ. അവർ 7 മണിയായപ്പോഴാണ് വന്നത് അല്ലേ? ആദ്യമേ തുടങ്ങുവാണെങ്കിലേ ഇവിടുന്ന് 5:30 വരുന്നേ. അപ്പം നമുക്കിനി പല്ല് കേൾക്കാവേ. പല്ല് കഴിച്ചിട്ട് ഞാൻ ഫ്രഷ് ആയിട്ട് വരാവേ. അപ്പം ഞാൻ ഫ്രഷായി ഇറങ്ങിയതേ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു റൂമിൽ, എന്തോ മെഡിസിൻ എടുത്ത് വയ്ക്കാൻ വന്നതാണ്. അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ ഒരു കുഞ്ഞ് സ്കിൻ കെയർ ചെയ്തു. ഒത്തിരി വലിയ സ്കിൻ കെയർ ഒന്നും എനിക്കില്ല. ഒരു മോയ്സ്ചറൈസർ തേക്കും, പിന്നെ ഒരു സൺസ്ക്രീൻ തേക്കും, ഒരു ലിപ് ബാമും തേക്കും. അത്രേ ഉള്ളൂ എൻ്റെ ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലായതുകൊണ്ട് എൻ്റെ ഫേസൊക്കെ നല്ല രീതിയിൽ എന്തൊക്കെയോ കുരുവൊക്കെ വന്നിട്ടുണ്ട്. ഫേസ് വാഷ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല, അതാണ് കേട്ടോ. ഇതിനകത്ത് ചായ ഉണ്ടല്ലോ, കുടിച്ചില്ലേ? ഭയങ്കര മധുരം. പിന്നെ 3 എണ്ണം വേണം, ഇത് നിറച്ച് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഒരു ഗ്ലാസ് കാപ്പി ഉണ്ട് ഇതിനകത്ത്. ഞാനിതൊക്കെ കുടിച്ചതാണല്ലോ. വെള്ളം വേണം, അത് പോയി ചൂടോടെ എടുത്തു. രാവിലെ കിട്ടും. എന്നാ കഴിക്കാൻ വാങ്ങണ്ടേ? അപ്പം വാങ്ങിച്ചാൽ മതിയോ? ഇടിയപ്പം വേണോ? മുട്ടക്കറി? വേറെ ഒരു കറി ഞാൻ വാങ്ങത്തില്ല. വെള്ള ഊളക്കറി. ബീഫോ? പിന്നെ ബീഫ്. പനിയായിട്ട് കിടക്കുന്നവർ കട്ട കുറഞ്ഞ ആഹാരം കഴിക്കണമെന്ന് ഞങ്ങൾ തമ്മിൽ എപ്പോഴും അടി. എന്തേലും പറഞ്ഞ കഥ അടയ്ക്കണം. കുറ്റിയിട്ടേക്കട്ടെ.
എന്നിട്ട് ആ 3 ഇടിയപ്പം 3 അപ്പം 1 മുട്ടക്കറി. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങി കേട്ടോ. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവേ, നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിക്കുകയാണേ. ചായ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനിയിപ്പം വേറെ പരിപാടിയൊന്നുമില്ല. പുറത്തോട്ട് ഇറങ്ങി നടക്കണം, കുറച്ച് നേരം വരാന്തയിൽ കൂടെ ഇങ്ങനെ നടക്കും. അല്ലാണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ ഇറങ്ങി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇനി കഴിയുമ്പോൾ ഡോക്ടർ വരും. ഡോക്ടർ വന്ന് കഴിയുമ്പോൾ വീട്ടിൽ പൊക്കോട്ടം ചോദിക്കണം. അതൊക്കെ തന്നെയാണ് മെയിൻ പരിപാടി. പിന്നെ ഫുഡ് അടിയാണ്, എപ്പോഴും ഫുഡ് അടിയാണ്. ഹോസ്പിറ്റലിൽ ഇരുന്നാൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ പക്കാവട അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തിന്നും. ഇരുന്ന് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കും. കുറച്ച് നേരം കിടക്കും. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടത്, ഉടനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അമ്മേനെ കൊടുക്കാൻ. പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അവരെല്ലാം ബിസിയാണ്, പള്ളിയിൽ പോയി കാണും. ഇപ്പം ഇനി അവർ പോയിട്ട് വന്നിട്ട് നമുക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ നല്ല ഉറക്കമാണേ. അപ്പം ഡോക്ടർ വന്നിട്ട് പോയി. പക്ഷേ ഞങ്ങൾ പൊക്കോട്ടം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പോവണ്ട, ഇന്ന് പോവണ്ട, നാളെ പോയാൽ മതി. ഇന്നൊന്ന് കുളിച്ചിട്ട് നോക്കാൻ പറഞ്ഞു. കുളിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കാം. ഇനി പനി വല്ലതും കൂടുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം നമ്മുടെ ട്രിപ്പ് ഇട്ടേക്കുമായിരുന്നു കേട്ടോ, അത് തീർന്നു. ഇനി നമുക്കത് ഒന്ന് നേഴ്സിനെ വിളിച്ചിട്ട് വരണം. ടെസ്റ്റിംഗ് റൂമിൽ ചിലപ്പോൾ അവർ താഴെ ആയിരിക്കും. എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ താഴോട്ട് ഇറങ്ങിപ്പോവേ. സിസ്റ്ററെ ട്രിപ്പ് തീർന്നു 212-ലെ. ഇവിടെ കൈക്ക് നീരുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ഊരി മാറ്റാമെന്ന് ഓർത്തോണ്ടാണ്. ഊരിയിട്ട് വേറെ കുത്തണം കയ്യാൽ. പോയി ചായ വാങ്ങിച്ചിട്ട് വരട്ടെ. നീ ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്. ബില്ലോ ഇപ്പം എത്ര രൂപ ഞാൻ ചോദിക്കണോ? അപ്പം നമുക്ക് കുളിക്കാൻ അപ്പം നമ്മൾ കുറച്ച് ചൂടുവെള്ളം എടുക്കാൻ പോവാട്ടോ. ഇനി നൂല് പോലെ ആട്ടോ വരുന്നത്. അതുകൊണ്ട് നമുക്ക് കുറേ സമയം എടുക്കും ഇതിനകത്ത്. പക്ഷെ നല്ല ചൂടുണ്ട്. അപ്പം ഞാൻ പോയി വെള്ളമൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ കുളിക്കാനായിട്ട്. കുഞ്ഞാനെ കുളിക്കാനായിട്ട് കയറി. അപ്പം എനിക്ക് ഭയങ്കര വിശപ്പ്. എന്നാൽ പിന്നെ ഇവിടെ പക്കാവടയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാമെന്ന് വെച്ചു. ആശുപത്രിയിൽ ഇരുന്നാൽ ഫുള്ള് തീറ്റയാണ്. ഒരിതുമില്ല. കടയിൽ പോവും, ക്യാൻറ്റീനിൽ പോവും, എന്തെങ്കിലും വാങ്ങും, കഴിക്കും. അങ്ങനെ തന്നെയാണ്. ഇപ്പം സമയം ഒരു 1 മണിയായിട്ടുണ്ട്. നമുക്കിനി പോയി ലഞ്ച് വാങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ ചൂടും വെള്ളവും എടുക്കണം. അപ്പം ഞാൻ വന്ന് ക്യാൻറ്റീനിൽ ഫുഡ് പറഞ്ഞിട്ടിരിക്കുക കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ എൻ്റെ അനിയത്തിനെ വിളിച്ചു. അവളോട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക, ബിരിയാണിയൊക്കെ തട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. കുറേ നേരം വർത്താനം പറഞ്ഞ് അന്നേരത്തിന് ഫുഡ് കിട്ടി. അപ്പം നമ്മൾ ഫ്രൈഡ് റൈസും കപ്പ ബിരിയാണിയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച ഫുഡിൽ കപ്പ ബിരിയാണി ഒരു വായിക്കുള്ളതിലായിരുന്നു കേട്ടോ. അത് മുഴുവൻ പള്ളയെ കളയാനും ചെയ്തത്. ഇത് ഫ്രൈഡ് റൈസ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാനും അവനും കൂടെ ഇപ്പോൾ അടിയാണ്. എന്തോ പറഞ്ഞിട്ട് അടി ഉണ്ടാക്കിയതാണ്. അതിനായി മുഖം തേറ്റിച്ചിരിക്കുന്നത്. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഇരിക്കുക കേട്ടോ. ചുമ്മാ ഇവിടെ ഒരു കസേര ഇട്ടിട്ടുണ്ട്. ഇതുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ചുമ്മാ കുറച്ച് നേരമായിട്ട് ഇരിക്കുകയാണ്. വേറെ സമയം പോകുന്നില്ല. പിന്നെ അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഒരു ചേച്ചിയും ചേട്ടനും വന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവരോട് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. കമ്പിളിയുടെ കീഴിലല്ല, മറ്റേ തലവണ്ണയ്ക്കകത്തൊക്കെ നോക്കാൻ പറയണം. അതിനകത്തൊക്കെ പാമ്പ് കയറി. പിന്നെ നമ്മുടെ വീട്ടിൽ പാമ്പ് കയറി എന്ന് പറഞ്ഞാൽ അത് എവിടെയാണെന്ന് അറിയത്തില്ല. അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അമ്മയോട്. അപ്പം നമുക്ക് ചായ കുടിക്കാതെ ചായ കുടിച്ചോണ്ടിരിക്കുക. ഉഴുന്നുവടയുണ്ട്, പരിപ്പുവടയുണ്ട്, ഏത്തക്കാബോളി ഉണ്ടായിരുന്നു. അത് തീർന്നു പോയി, കഴിച്ചു. നല്ല കടി കേട്ടോ. അവർക്ക് ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ കാണാൻ വന്നപ്പോൾ അവർ കൊണ്ടുവന്നതാണ്. നല്ല ടേസ്റ്റുള്ള പരിപ്പുവട കേട്ടോ. എനിക്ക് പരിപ്പുവട ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരും കൂടെ വീഡിയോ കോൾ ചെയ്തു. പാമ്പ് കയറിയ കാര്യങ്ങളും ഒക്കെ പറയണം. ഇപ്പോൾ എപ്പോഴും ഫോൺ വിളിയാണ്, കാരണം സമയം പോകുന്നില്ലല്ലോ.
പിന്നെ ഞാൻ കുറച്ച് നേരം കിടക്കാമെന്ന് ഓർത്ത് കിടന്നു, പക്ഷെ കിടത്തിയില്ല, കുത്തിപ്പൊക്കി. ഇനി കുറച്ച് പരിപാടിയുണ്ട്, കുളിക്കാൻ പോവാണ്. സമയം ഒരു എത്ര മണിയായി? 5:27 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുളിക്കണം, അല്ലെങ്കിൽ ഒരുപാട് തണുപ്പ് വീഴും. ഇപ്പം തന്നെ തണുപ്പാണ്. അപ്പം ഞാൻ ഇത് കുളിച്ചിറങ്ങി, തലയൊന്നും കഴുകിയിട്ടില്ല, കാരണം വീട്ടിൽ ചെന്നിട്ട് ഇനി തല കഴുകത്തുള്ളൂ. ഇവിടെ ക്ലോറിൻ വെള്ളമാണ്, അതുകൊണ്ട് കഴുകിയാൽ ശരിയാവില്ലെന്ന് എനിക്ക് എന്തോ ഒരു ഇത്. അതുകൊണ്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് തല കഴുകത്തുള്ളൂ. മേല് കുളിച്ചു. അപ്പം ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. കുളിയൊക്കെ കഴിഞ്ഞപ്പം ചെറിയൊരു തണുപ്പൊക്കെ അടിച്ച്, ചെറുതണുപ്പല്ല, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഫാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. നേഴ്സ് വന്ന് മെഡിസിൻ എടുത്ത് വെക്കാൻ തട്ടിയപ്പോഴാണ് ഞാൻ എണീറ്റത്. അപ്പോൾ ഇനി നമുക്ക് നടക്കാൻ പോട്ടാ. അപ്പോൾ നമ്മളിത് വൈകിട്ടത്തെ ഡിന്നർ വാങ്ങാൻ പോവാട്ടോ. അപ്പോൾ നമ്മളിത് കഞ്ഞി വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ബിസ്ക്കറ്റാട്ടോ ഞാൻ വാങ്ങിച്ചത്. അപ്പം നമുക്ക് ഇന്ന് വൈകിട്ട് എനിക്ക് കഴിക്കാനായിട്ട് ചായയും പിന്നെ ഈ ബിസ്ക്കറ്റുമാണ്. അപ്പോൾ നമ്മളിത് ഡിന്നറൊക്കെ കഴിച്ചു. ഇനിയിപ്പം 11 മണിയൊക്കെ ആകുമ്പോഴത്തേനൊരു ഇഞ്ചക്ഷനുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ 10 അല്ലെങ്കിൽ 11 അവർ വരുന്ന പോലെ ഇരിക്കും. എന്നിട്ട് പിന്നെ കിടന്നുറങ്ങാം. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.